എപ്പോഴെങ്കിലും താങ്കൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താണ് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തത്? എന്താണ് എൻ്റെ ജീവിതം ഒരു ദിശയില്ലാതെ പോകുന്നത്? അതായത് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ഒരേ കാര്യങ്ങൾ ഒരേപോലെ, ഒരു മാറ്റവുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ അർത്ഥമില്ലായ്മ തോന്നുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ, എങ്ങനെ നമുക്കതിൽ നിന്ന് ഓവർകം ചെയ്യാം എന്ന ചില സജഷൻസും. ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് എൻ്റെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് ടാരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ 1,00,000 ആളുകൾ വ്യക്തതയോടും പർപ്പസോടും അബണ്ടൻസോടുകൂടി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി താങ്കൾക്ക് എപ്പോഴെങ്കിലും ഈ ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ അർത്ഥമില്ലായ്മ തോന്നുന്നത് എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അർത്ഥം നൽകുന്നത് നാം മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ, ഒരുപക്ഷെ അത് നമ്മുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിരിക്കാം. അവരെ വൈകാരികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റാതെ ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് പറ്റാതെ ആവുമ്പോൾ, നമുക്ക് തോന്നും, എന്ത് ജീവിതം, എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ന അർത്ഥമില്ലാത്ത ചില ചിന്തകൾ വരും. അത് വളരെ നെഗറ്റീവ് തിങ്കിങ് ആണ്. അതായത് ഒരു മനുഷ്യന് ജീവിതത്തിൽ അർത്ഥം കൊടുക്കുന്നത്, ആദ്യമായിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, നമ്മൾ മൂലം മറ്റൊരാളുടെ ജീവിതം മാറുന്നു എന്ന ചിന്തയാണ്. ഈ ഒരു ചിന്ത നമുക്ക് നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഇതേപോലെ ദിശാബോധം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഞാനൊരു ചെറിയൊരു കഥ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ താങ്കളായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതായത് ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ ഒരു 3 പണിക്കാർ ഒരു വീട് പണിയുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ പണിക്കാരനോട് ഇന്ന് ചോദിക്കുന്നു, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പണിക്കാരൻ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, തനിക്ക് കാണുന്നില്ലേ, ഞാനിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അദ്ദേഹം ഒന്നും മിണ്ടില്ല. രണ്ടാമത്തെ പണിക്കാരുടെ അടുത്ത് പോയിട്ട്, താങ്കൾ എന്താണ് ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, താങ്കൾക്ക് കാണുന്നില്ലേ, ഞാനിവിടെ വീട് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. മൂന്നാമത്തെ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ, താങ്കൾ എന്താണ് ചെയ്യുന്നത് ചോദിക്കും. ആ വ്യക്തി പറയുന്നത്, താങ്കൾ കാണുന്നില്ലേ, ഞാനിവിടെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പണിയുകയാണ്, അവിടെ ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനായി. 3 വ്യക്തികളും ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആദ്യത്തെ വ്യക്തി പറഞ്ഞത്, ഞാൻ പണിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. പണിയെടുക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അർത്ഥമില്ല. അയാൾ അവിടെ ഉള്ളത് കാശ് കിട്ടുക എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇതിലാണ്. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ഞാനൊരു വീട് പണിയുകയാണെന്ന് പറഞ്ഞു. മിനിമം അയാൾക്കൊരു ലക്ഷ്യമെങ്കിലും ഉണ്ട്. പക്ഷെ മൂന്നാമത്തെ വ്യക്തി പറഞ്ഞത്, ഞാനൊരു മനോഹരമായിട്ടുള്ള ദേവാലയം പണിയുകയാണ്. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം മറ്റൊരു വ്യക്തിക്ക് എന്തോ നേടാനുണ്ട് എന്ന് ഉള്ള ഒരു ചിന്ത, ഒരേ കാര്യം തന്നെയാണെങ്കിലും അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിന് മാറ്റം വരുന്നത്, അർത്ഥമുണ്ടാക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു ദിശയുണ്ട്. അതായത് എൻ്റെ കരവിരുത് കൊണ്ട് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതുപോലെ അർത്ഥമില്ലായ്മ വരുന്നത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് സൈക്കോളജികൾ പറയുന്നത്, നമ്മൾ ഭൂതകാലത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് താങ്കളൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് പരാജയപ്പെട്ടു, എല്ലാ കാശും പോയി, താങ്കൾ ഭാര്യയുടെ സ്വർണ്ണമോ ഇതെല്ലാം എടുത്ത് പണയം വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു ഫെയിലിയർ ഉണ്ടായി, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഫെയിലിയർ ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു അസുഖം, ആക്സിഡൻറ്റ് പറ്റി. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് 2 രീതിക്ക് അതിനെ കാണാം. ഒന്നുകിൽ നമുക്കത് പറയാം, അത് എന്താ പറയുക, എൻ്റെ വിധിയാണ്, എൻ്റെ തലവരെ ഇങ്ങനെയാണ്, ഞാൻ രക്ഷപ്പെടില്ല എന്നെല്ലാം പറയാം. അതായത് നമ്മൾ ആ പാസ്റ്റിനെ എങ്ങനെ കാണുന്നു, അത് ഒരു ജയിൽ പോലെ കാണുന്നു, ഒരു സ്കൂൾ പോലെ കാണുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ജയിൽ പോലെ കാണുന്ന വ്യക്തി തൻ്റെ ഭൂതകാലത്തിൽ അടിമയാണ്. ആ വ്യക്തി ഇതുവരെ നേരിട്ട അനുഭവങ്ങളിലാണ് തൻ്റെ ഭാവിയെ കാണുന്നത്. അതായത് ഒരിക്കലും ബിസിനസ്സിൽ പരാജയപ്പെട്ടുവെങ്കിൽ ഇനി ഒരു കാലത്തും ഞാൻ വിജയിക്കില്ല, അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധനം വേർപ്പെട്ടെങ്കിൽ ഇനി ഒരിക്കലും എനിക്കൊരു നല്ല പാർട്ണർ കിട്ടില്ല, ഒരിക്കൽ അസുഖം വന്നെങ്കിൽ ഒരിക്കലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നെഗറ്റീവ് ചിന്താഗതികൾ. മറിച്ച് നമ്മളത് സ്കൂളായിട്ട് കാണുകയാണ്. അതായത് അവിടെ നിന്ന് നമുക്ക് എന്തോ നേടാനുണ്ട്, നമുക്കെന്തോ പഠിക്കാനുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണോ ഞാൻ പരാജയപ്പെട്ടു, അപ്പോൾ ഇങ്ങനെ ചെയ്താലോ. എപ്പോഴും നമ്മൾ സയൻറ്റിസ്റ്റുകളെ കണ്ടിട്ടില്ലേ, നമ്മൾ എഡിസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, 10,000 തവണ എന്തോ ടെസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം കറക്റ്റ് ഫിലമെൻറ്റ് ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓരോ തെറ്റും അദ്ദേഹം ഒരു തെറ്റായിട്ടോ പരാജയമായിട്ടോ അല്ല കണ്ടത്, അതൊരു ലെസൺ ആയിട്ടാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാസ്റ്റ് തിരിഞ്ഞു നോക്കി, അതിനെ അവലോകനം ചെയ്ത് നോക്കി, ഇന്നത് ചെയ്താൽ ഇന്ന റിസൾട്ടാണ് കിട്ടുക എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ ഭൂതകാലത്തെ നേരിടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ ദിശാബോധം കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭൂതകാലം നമ്മുടെ ഒരു ജയിലല്ല, മറിച്ച് അത് ഒരു സ്കൂളാണ്. നമ്മൾ ലൈഫ് എന്ന് പറയുന്ന സ്കൂളിൽ പഠിച്ചു വന്നു എന്നാണ് പറയേണ്ടത്. ഇനി മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ദിശാബോധം തോന്നാത്തത്,
നേരത്തെ പറഞ്ഞതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതായത് ഭാവിയിൽ അല്ല ഭൂതകാലത്തിൽ നടന്ന ചില കാര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പോലും നമ്മുടെ കുറ്റമാണ് എന്ന് നാം സ്വയം വിചാരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ബിസിനസ് ഫെയിലിയർ വന്നു. ചിലപ്പോൾ ആ ബിസിനസ് തുടങ്ങേണ്ട സമയമായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്, അത് നമ്മുടെ കുറ്റമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു വിവാഹബന്ധത്തിലൊരു വേർപാട് വന്നപ്പോൾ അതെൻ്റെ കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കുറ്റം കൊണ്ടാണ് എന്നൊരാൾ സ്വയം ആ ബ്ലെയിം ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് എൻ്റെ കുറ്റമാണ്. അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ പലരും ബിസിനസ് തുടങ്ങി വല്ലാതെ പരാജയപ്പെട്ട് ഇതുണ്ട്. അതൊന്നും അവരുടെ കുഴപ്പം കൊണ്ടല്ല, കാരണം കോവിഡ് വരുന്ന ആർക്കും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് കൺട്രോളില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ കുറ്റം കൊണ്ടാണ് സംഭവിച്ചത് എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് ഇതാണ് പ്രധാനമായിട്ടും 3 കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ദിശാബോധം തോന്നുന്നത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. 2 എന്ന് പറയുന്നത് പാസ്റ്റ് നമ്മൾ ജയിൽ പോലെ കാണുന്നതുകൊണ്ട്. 3 എന്ന് പറയുന്നത് നമുക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നതിന് കാര്യം നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ നമ്മുടേതാണെന്ന് എടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നു പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ അത് സോഷ്യൽ മീഡിയ വന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കി, യൂട്യൂബ് ഷോർട്സ് നോക്കി, അതൊക്കെ ഒന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, മണിക്കൂറുകൾ അതിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തോ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് ദിശാബോധം നഷ്ടപ്പെടാനുള്ള കാര്യം അനാവശ്യമായിട്ടുള്ള കമ്പാരിസനാണ്. അതായത് നമ്മൾ നമ്മുടെ ജീവിതം മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെസൺസ് ആണ്, മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ഇതാണ്. അതായത് ഒരുപാട് അധ്യായങ്ങൾ ഒരു പുസ്തകം പോലെ കാണാൻ. ഒരുപക്ഷെ താങ്കൾ നിൽക്കുന്ന 2ാമത്തെ അധ്യായത്തിലും മറ്റേ വ്യക്തി നിൽക്കുന്ന 10ാമത്തെ അധ്യായത്തിലായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മളെല്ലാം യുണീക്കാന്നുള്ളതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഓവർകം ചെയ്യാന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് മാറുന്നൊരു പ്രശ്നമല്ല. താങ്കൾക്ക് ഇത് കുറേ നാളായിട്ടുണ്ട് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഓപ്പണായിട്ട് ചെയ്യുന്നതിൽ. അതല്ല നോർമലായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റും, എന്തെനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്തെനിക്ക് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു ഇതിൽ ഇതാക്കുക. പിന്നെ ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 2ാമത് നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ താങ്കൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ അതേപോലത്തെ ആളുകളുമായിട്ട് ഇതാക്കുക എന്നുള്ളതാണ്. പുസ്തക വായന, കോഴ്സുകൾ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു മെൻറ്ററെ കണ്ടെത്തി അദ്ദേഹത്തെ ഫോളോ ചെയ്യാം. എന്തു തന്നെയായാലും ഇത്തരം ഇതിൽ വരുമ്പോൾ നമുക്കൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഹോബികൾ പഠിക്കാം. ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് എന്തും പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗിറ്റാർ പഠിക്കാം, വയലിൻ പഠിക്കാം, അല്ലെങ്കിൽ മറ്റെന്തും പഠിക്കാം. വളരെ യാദൃശികമായിട്ട് ഇതേപോലെ ഡിപ്രഷൻ അറ്റത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്. ടാരോ കാർഡുകൾ എന്ന് പറഞ്ഞു 78 കാർഡുകളുടെ ഒരു കൂട്ടായ്മ. വെറുതെ എന്താ പറയുക, ഒരു തമാശ എന്ന രീതിക്ക് ഒരു 3 വർഷം മുമ്പ്, 3 അല്ല 2-3 വർഷം മുമ്പ് ഇതിലേക്ക് വന്നു. പിന്നീട് ഇതെനിക്ക് ഭയങ്കര ഒരു പാഷനായി മാറി. അവസാനം ഞാൻ ഇന്നത് പഠിപ്പിക്കുന്നൊരു അധ്യാപകനായി മാറി. താങ്കളുടെ മുന്നിലിരിക്കുമ്പോൾ ഏകദേശം 80,000-ഓളം പേർക്ക് ഓൺലൈനിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് വന്നപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ലൈറ്റ് വന്നു എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ താങ്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. അതേപോലെ താങ്കൾക്കും ഇതാക്കണമെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി താങ്കളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം, താങ്കൾ കാണുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യൂ. ഒന്നും പറ്റിയില്ല, ഒരു പുസ്തകമെങ്കിലും മേടിച്ച് വായിക്കൂ പുതിയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ കുറ്റമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ജീവിതത്തിൽ ഓരോ സീസൺസ് ഉണ്ട്. ഓരോ സീസൺ എന്ന് പറയുന്നത് ഓരോ കാലം എന്ന് പറയുന്ന പോലെ. ചിലപ്പോൾ നാം നിൽക്കുന്നത് ഒരു ശൈത്യകാലത്തിലായിരിക്കും, അപ്പോൾ നമ്മൾ വസന്തകാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, പാസ്റ്റ് ജയിലാക്കാതിരിക്കുക, പിന്നെ നമ്മളുമായിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന ഒഴിവാക്കുക. അതേപോലെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളെ കുറ്റം നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. അന്നന്നത്തെ നിമിഷത്തിൽ അന്നന്നത്തെ മൊമെൻറ്റിൽ എൻജോയ് ചെയ്യുക. ലൈഫ് ഇനിയും പോസിറ്റീവായിട്ട് കാണുക. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രേസ് ഉണ്ട്, ജീവിതം എല്ലാവർക്കും 2ാമതൊരു അവസരം തരും എന്നുള്ളതാണ്. അത് എമേഴ്സൺ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. റാൽഫ് വാൽഡോ എമേഴ്സൺ, അമേരിക്കൻ ട്രാൻസെൻഡൻ്റലിസ്റ്റ് ആയിട്ടുള്ളത്. അത് കൂടാതെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു 2ാം ഊഴമുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ഒരു പ്രതീക്ഷയിലും ആ ഒരു ഇതിലും ജീവിക്കുമ്പോഴാണ് താങ്കളുടെ ജീവിതത്തിലും ദിശാബോധം ഉണ്ടാവുന്നത്. അപ്പോൾ
ഈ വീഡിയോ ഇത്ര നേരം കണ്ടെങ്കിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എപ്പോഴെങ്കിലും എന്നെപ്പോലെ ഈ ടാരോ കാർഡ് പഠിക്കണം, ഇതിലൂടെ ക്ലാരിറ്റി നേടണം, ഇതിലൂടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വെളിച്ചമാവണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം മറ്റൊരു ടോപ്പിക്കുമായി. താങ്ക് യു ഫോർ വാച്ചിങ്.